പത്തനംതിട്ട തിരുവല്ലയിൽ മദ്യപിച്ച് സ്കൂൾ ബസ് ഓടിച്ച ഡ്രൈവർ പിടിയിൽ. മുത്തൂർ ക്രൈസ്റ്റ് സെൻട്രൽ സ്കൂളിന്റെ ബസ് ഓടിച്ച ബിപിനാണ് പിടിയിലായത്. കുട്ടികളെ കൊണ്ടുവരാൻ പോകവെയായിരുന്നു വാഹന പരിശോധന. വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, ഇത് സാധാരണഗതിയിൽ രാവിലെ പോലീസ് ഇത്തരം പരിശോധനകൾ നടത്താറില്ല, അതായത് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നുണ്ടോ എന്ന പരിശോധന നടത്താറില്ല. ഇവിടെ ഈ ഡ്രൈവർക്കെതിരെ, ബിപിനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള പരാതികൾ ഉയർന്നിരുന്നോ? പോലീസ് അത്തരം ഒരു പരിശോധന നടത്താൻ കാരണം എന്താണ്? ഇയാൾക്കെതിരെ എന്ത് നടപടിയായിരിക്കും ഈ സ്വീകരിക്കുക? ടോമി, ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. കാരണം സാധാരണഗതിയിൽ നമ്മൾ കുട്ടികളെ സ്കൂളിൽ അയക്കുമ്പോൾ തിരിച്ചു വരുന്നവരെ സാധാരണ മാതാപിതാക്കളെ സംബന്ധിച്ച് വലിയ ആശങ്കയുള്ള കാര്യമാണ്. സമീപകാലത്തൊക്കെ ഈ ഡ്രൈവർമാരെ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നതായുള്ള ചില വാർത്തകൾ പുറത്തു വന്നു. പത്തനംതിട്ടയിൽ തന്നെ നേരത്തെ ഒരാളെ കൂടി ഇത്തരത്തിൽ പിടികൂടുകയും പിന്നീട് അദ്ദേഹത്തിന്റെ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തൊരു സാഹചര്യം നമുക്കുണ്ടായിരുന്നു. എന്തായാലും ഇത്തരമൊരു ആശങ്ക ഉണ്ടാക്കണം. കുട്ടികൾ സുരക്ഷിതമായി സ്കൂളിൽ പോയി തിരിച്ച് വീട്ടിൽ വരുന്നവരെ മാതാപിതാക്കളെ സംബന്ധിച്ച് വലിയ ആശങ്കയുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും ഇത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള പരിശോധന, വാഹന പരിശോധന ജില്ലയിൽ മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്തമായി നടത്തുന്ന. ഇന്ന് തിരുവല്ലയിൽ മുത്തൂർ ഈ സെൻട്രൽ സ്കൂളിലെ ഡ്രൈവർ ആ കുട്ടികളെ എടുക്കാൻ വേണ്ടി വാഹനത്തിൽ വരുന്ന സമയത്താണ് പോലീസ് കൈകാണിച്ച് നിർത്തിയ ശേഷം പരിശോധിച്ചപ്പോഴാണ് അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടായിരുന്നത്. ഉടൻ തന്നെ വാഹനത്തിൽ നിന്നും ഡ്രൈവറെ ഇറക്കി പിന്നീട് പോലീസ് വാഹനം തിരിച്ച് സ്കൂളിൽ എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും അയാൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ഡ്രൈവിംഗ് ലൈസൻസ് 6 മാസമെങ്കിലും സസ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ റദ്ദാക്കുക എന്ന നടപടിയിലേക്കാണ് പോലീസ് ശുപാർശ ചെയ്തിട്ടുള്ളത്. അത് മോട്ടോർ വാഹന വകുപ്പാണ് അത് സംബന്ധിച്ചുള്ള തീരുമാനം എടുക്കേണ്ടത്. അത്തരത്തിലൊരു നടപടിയിലേക്ക് പോലീസ് പോയിട്ടുണ്ട്. എന്തായാലും വലിയ ആശങ്ക ഉണ്ട്. കാരണം സമീപകാലത്തൊക്കെ ഈ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയും കുട്ടികൾ മരിക്കുന്നതൊക്കെ പല സ്ഥലത്തിലും നമുക്ക് കണ്ടിട്ടുണ്ട്. അത് കുട്ടികളെ വാഹനത്തിൽ വിട്ട് തിരിച്ച് സ്കൂളിൽ നിന്നും തിരിച്ച് വീട്ടിലെത്തുന്നവരെ മാതാപിതാക്കളെ സംബന്ധിച്ച് ആശങ്കയാണ്. ഇതിനു മുമ്പ് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ മോട്ടോർ വാഹന വകുപ്പും പോലീസുമൊക്കെ വലിയ ക്ലാസുകൾ, ഡ്രൈവർമാർക്ക് വലിയ ക്ലാസുകൾ എടുത്തതിന് ശേഷമാണ് ഈ സ്കൂളിലേക്ക് ഡ്രൈവർമാരൊക്കെ ഇത്തരത്തിൽ കുട്ടികളെ കൊണ്ടുപോകാനുള്ള നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അതെല്ലാം ഘടകം മറിഞ്ഞ് ഇത്തരം സമാനമായ രീതിയിൽ ഡ്രൈവർമാർ സ്കൂൾ ടൈമുകളിൽ മദ്യപിക്കും എന്നുള്ളതാണ് ഇത്തരം പരിശോധനയോട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇതുപോലെ സ്കൂൾ ബസ്സുകൾ അപകടത്തിൽപ്പെട്ട്, അതായത് അമിത വേഗതയിൽ പാഞ്ഞ് അപകടത്തിൽപ്പെട്ട് നിരവധി കുഞ്ഞുങ്ങളുടെയൊക്കെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള നാടാണ്. നിരവധി മാതാപിതാക്കളുടെ കണ്ണീര് വീണിട്ടുള്ള നാടാണിത്. ഇതുപോലുള്ള മദ്യപാനികൾ അല്ലെങ്കിൽ സ്വഭാവ ദൂഷ്യമുള്ളവരെയൊക്കെ സാധാരണ സ്കൂൾ ബസ്സിന്റെ ഡ്രൈവർ ആക്കാറില്ല. ഈ സ്കൂളിന്റെ ഭാഗത്ത് ഏതെങ്കിലും രീതിയിലുള്ള അശ്രദ്ധ ഉണ്ടായിട്ടുണ്ടോ? സ്കൂളെ സംബന്ധിച്ച് ഡ്രൈവർമാർ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത്തരം കാര്യങ്ങളൊന്നും അവർ പരിശോധിക്കും. പക്ഷേ മദ്യപിക്കില്ല എന്നൊരു ഉറപ്പും കൊണ്ടാണ് ഈ സ്കൂൾ അധികൃതർ ഡ്രൈവർമാരെ നിയമിക്കുന്നത്. പക്ഷേ അത് ഇവർ മദ്യപിച്ചിട്ട് പിന്നീട് വണ്ടി ഓടിക്കുന്ന കാര്യം ഈ സ്കൂൾ അധികൃതർക്ക് പലപ്പോഴും അവരത് പരിശോധിക്കാൻ, കാരണം അവരെ സംബന്ധിച്ച് മദ്യപിക്കില്ല എന്നൊരു വിശ്വാസം കൊണ്ടാണ് സ്വാഭാവികമായിട്ടും കുട്ടികളെ ഈ വാഹനത്തിൽ കയറ്റി അയക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ രാവിലെ തന്നെ നമ്മളത് മനസ്സിലാക്കണം. രാവിലെ തന്നെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി വരുന്ന സമയത്താണ്, അതാണ് കുട്ടികളെ സ്കൂളിൽ നിന്ന് എത്തിക്കുന്നതിന് വേണ്ടി, കുട്ടികളെ എടുക്കുന്നതിന് വേണ്ടി പോകുന്ന സമയത്താണ് ഈ ഇത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടായിട്ടുള്ളത്. അത് വലിയ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് പോലീസ്. കാരണം ഈ വാഹനത്തിൽ കുട്ടികളില്ലായിരുന്നു, ലെവൽ ഈ വാഹനത്തിൽ കുട്ടികളില്ലായിരുന്നു. കുട്ടികളെ എടുക്കാൻ പോകുന്ന സമയത്താണ് പോലീസ് വാഹന പരിശോധന നടത്തുകയും ഡ്രൈവർ ബിബിനെ കസ്റ്റഡി എടുക്കുകയും പിന്നീട് ഇത് മദ്യപിച്ചിട്ടാണെന്ന് കണ്ടുകൊണ്ട് വാഹനത്തിൽ പുറത്തിറക്കുകയൊക്കെ ചെയ്തിട്ടുള്ള നടപടിയിലേക്ക് പോലീസ് പോയത്. പക്ഷേ സമാനമായ രീതിയിൽ പലപ്പോഴും പല ഡ്രൈവർമാരും ഇത്തരത്തിൽ പോകുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ ഈ ഇതുമായി ബന്ധപ്പെട്ട്, ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് വലിയ മാതാപിതാക്കളെ സംബന്ധിച്ച് ആശങ്കയുള്ള കാര്യമാണ്. കുട്ടികൾ സാധാരണ സ്കൂളിൽ നിന്ന് വരുന്നതും വീട്ടിൽ വരെ തിരിച്ചെത്തുന്നവരെ ഈ മാതാപിതാക്കളെ ആശങ്കയുള്ള കാര്യമാണ്. അതെങ്ങനെ കുട്ടികൾ തിരിച്ച് വീട്ടിൽ എത്തുന്നവരെ മാതാപിതാക്കൾ വലിയ ആശങ്കയോട് കൂടിയാണ്. സ്വാഭാവികമായി അത്തരം ആശങ്കകൾ ഉണ്ടാകും. ശശി, ഇതൊരൊറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ല. ഇതുപോലെ മദ്യലഹരിയിൽ വാഹനം ഓടിക്കുന്നവരൊക്കെ ഒരുപക്ഷെ പല സ്കൂളുകളിലും ഉണ്ടാകും. നിലവിൽ പോലീസിൻ്റെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും തീരുമാനം എന്താണ്? ഇതുപോലെ പരിശോധന കൂടുതൽ ശക്തമാക്കുകയാണോ? ടോമേ, പത്തനംതിട്ടയിൽ ശക്തമായ രീതിയിലുള്ള പോലീസ് വാഹന പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. കാരണം ഈ കുട്ടികളെ കൊണ്ടുവന്ന വാഹനത്തിലെ ഡ്രൈവർമാർ കൃത്യമായി ഇത് പാലിക്കുന്നുണ്ടെന്ന് നോക്കാൻ വേണ്ടിയാണ് രാവിലെ തന്നെ പോലീസ് ഈ സ്കൂളിൽ കുട്ടികൾ എത്തുന്നതിന് മുമ്പ് തന്നെ വാഹനങ്ങൾ ഡ്രൈവർമാർ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ, വാഹനങ്ങൾ എടുക്കുന്ന സമയത്ത് തന്നെ വഴിയിൽ നിന്ന് പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. കാരണം ഇത്തരം ഒരു കാര്യം, പരാതികൾ വ്യാപകമായി വരുന്നു എന്ന് കണ്ടുകൊണ്ട് തന്നെ മോട്ടോർ വാഹന വകുപ്പും അതുപോലെ തന്നെ പോലീസും സംയുക്തമായ ഒരു പരിശോധന നടത്തിയത്. കഴിഞ്ഞ ദിവസമാണ് കുട്ടികളുമായി വരുന്ന വണ്ടിയിൽ ഒരു ഡ്രൈവർ മദ്യപിച്ച് വരുന്ന ഒരു സാഹചര്യം പത്തനംതിട്ടയുണ്ടായി. ആ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തു. എന്തായാലും പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ട്, പോലീസിന്റെ കേസെടുത്തതിന് ശേഷം മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് അത് പോലീസ് കേസ് ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായ നടപടിയിലേക്ക് മോട്ടോർ വാഹന വകുപ്പ്
എത്തും എന്നുള്ളതാണ്. കാരണം ഒന്നിൽ ലൈസൻസ് റദ്ദാക്കുകയോ അല്ലെങ്കിൽ സസ്പെൻഷനിലേക്ക് കടക്കുകയോ ചെയ്യുന്നുള്ള പോലീസ് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് വലിയ ഗൗരവത്തോടു കൂടിയാണ് ഈ രണ്ട് വിഭാഗവും ഇത് കാണുന്നത്. കാരണം നമുക്കറിയാം, കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവരുടെ ജീവനാണ് ഈ വാഹനത്തിലൂടെ കൊണ്ടുവന്നത്. ആ തിരിച്ചു വരുന്നവരെയുള്ള ഉത്തരവാദിത്വം ഈ വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്കാണ്. ആ ഉത്തരവാദിത്വ ബോധം മറന്നുകൊണ്ട് മദ്യപിച്ച് വാഹനം ഓടിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ അപകടകരമായ കാര്യമാണ്. അത് വലിയ ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ്. സ്കൂൾ അധികൃതർ സാധാരണ ഡ്രൈവർമാരെ കർശനമായ നടപടിയാണ് ഇതുപോലെ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ആളുകൾക്കെതിരെ, പ്രത്യേകിച്ചും ബസ് ഡ്രൈവർമാർക്കെതിരെ, സ്കൂൾ ബസ് ഡ്രൈവർമാർക്കെതിരെ പോലീസും മോട്ടോർ വാഹന വകുപ്പും സ്വീകരിക്കേണ്ടത്.